നോക്കിയയുടെ 5.4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ 5.4 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഫോണിന് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ 6 സെക്ഷനായിട്ടാണ് ഈ ഫോണിന് പോയിന്റ്സ് കൊടുക്കുന്നത്. ഒന്ന് വരുന്നത് ഡിസ്പ്ലേ, പിന്നെ ഡിസൈന്, പ്രോസസ്സർ, സോഫ്റ്റ്വെയർ, ക്യാമറ, ബാറ്ററി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഫോണിന് പോയിന്റ്സ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഫോണിന് ഓരോരോ സെക്ഷനിലായിട്ട് എത്ര പോയിന്റ്സ് കൊടുക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നോക്കിയ 5.4 6.39 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റൊക്കെ ആയിട്ട് വരുന്ന ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഈ ഫോണിൽ കൊടുക്കായിരുന്നു. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 5-ൽ 2 പോയിന്റ് ആയിരിക്കും കൊടുക്കുക. കാരണം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ടാണ് ഈ ഫോണിന് 2 പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 180 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.7 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഡസ്കും അതുപോലെ തന്നെ പോളാർ നൈറ്റും. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന് വെയിറ്റും തിക്നെസ്സും ഒന്നും അധികം കൂടുതലൊന്നുമില്ല. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3.5 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇത് തരക്കേടില്ലാത്ത പ്രോസസ്സറാണ്. നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ വലിയ തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ 14,000 രൂപ പ്രൈസ് റേഞ്ചിന് നമുക്ക് 4 GB റാമാണ് ലഭിക്കുന്നത്. 64 GB ഇൻറ്റേർണലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് റാമെങ്കിലും കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ 6 GB റാമും 64 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അറ്റ്ലീസ്റ്റ് 128 GB ഇൻറ്റേർണലെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 2 പോയിന്റാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യവും വരില്ല. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഈ ഫോണിന് ഞാൻ 4 പോയിന്റാണ് കൊടുക്കുന്നത്. 4 പോയിന്റ് കൊടുക്കാനുള്ള മറ്റൊരു കാരണം നോക്കിയയുടെ ട്രാക്ക് റെക്കോർഡാണ്. നോക്കിയ അവരുടെ ഫോണുകളിൽ വളരെ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിന് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണെങ്കിലും അതുപോലെ തന്നെ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണാണെങ്കിലും. പിന്നെ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയർ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഫോണിന് 4.5 പോയിന്റ് കൊടുത്തേനെ. പിന്നെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വരുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാ പിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3 പോയിന്റാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ റിയൽ ലൈഫ് ടെസ്റ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ മിക്ക ഫോണുകളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തത് ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആ ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 1.5 പോയിന്റാണ് കൊടുക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയും 6 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,499 രൂപയുമാണ്. ഫെബ്രുവരി 17 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ പോയിന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന് ടോട്ടൽ 30 പോയിന്റിൽ 16 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കിയ 5.4 മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.